ബോധമില്ലാതെ കിടക്കുന്ന മിത്രയെ കണ്ട് ഗോപിക ഒന്ന് പകച്ചുപോയെങ്കിലും അടുത്ത നിമിഷം അവർ മിത്രയെ അവരുടെ മടിയിൽ നിന്നും മാറ്റി സെറ്റിയിലേക്ക് കിടത്തി. ജഗ്ഗിൽ നിന്നും 2 തവണ മുഖത്തേക്ക് വെള്ളം തെളിച്ചപ്പോഴാണ് മിത്ര കണ്ണുകൾ തുറന്നത്. ഗോപിക പതിയെ അവളെ എഴുന്നേൽപ്പിച്ചിരുത്തി അവളുടെ മുഖം തുടച്ചു കൊടുത്തു. മിത്ര നിറഞ്ഞൊഴുകുന്ന കണ്ണോടെ അവരെ നോക്കി. അമ്മായി, അച്ഛ, എൻ്റെ എൻ്റെ അച്ഛയ്ക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലോ? അവൾ തേങ്ങിക്കൊണ്ട് ചോദിച്ചു. ഗോപിക വാത്സല്യത്തോടെ അവളുടെ തലയിൽ തലോടി. അവരുടെ കണ്ണുകളും നിറയുന്നുണ്ടായിരുന്നു. ഒന്നും അറിയില്ല. ഏട്ടൻ വിളിച്ചു വരുത്തിയതാ ഞങ്ങളെല്ലാവരെയും. ഗോപേട്ട മാത്രം എത്തിയിരുന്നില്ല. ഞങ്ങളോട് സംസാരിച്ചു കഴിഞ്ഞ് റൂമിലേക്ക് പോയത് ഏട്ടൻ. പെട്ടെന്ന് ഇങ്ങനെ ഗണേശേട്ടനും ഗിരീഷേട്ടനും കൂടി അപ്പോൾ തന്നെ ഏട്ടനെ കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോയി. നീ വന്നിട്ട് നിന്നെയും കൂട്ടി വന്നാൽ മതി എന്നാ എന്നോട് പറഞ്ഞത്. അത്രയും പറഞ്ഞപ്പോഴേക്കും അവർ തേങ്ങിപ്പോയിരുന്നു. വിതുമ്പുന്ന ചുണ്ടുകളോടെ മിത്ര അവരെ നോക്കി. എനിക്കെൻ്റെ അച്ഛയെ കാണണം അമ്മായി. അവൾ കരഞ്ഞുകൊണ്ട് അവരുടെ നെഞ്ചിൽ മുഖമമർത്തി. മോളെ, ഗോപേട്ടൻ ഇപ്പം എത്തും കാറുകൊണ്ട്. എന്നിട്ട് നമുക്ക് പോവാം. അവർ അവളെ ആശ്വസിപ്പിച്ചുകൊണ്ടിരുന്നു. അപ്പോഴേക്കും മുറ്റത്ത് ഒരു കാറിൻ്റെ ശബ്ദം കേട്ടതും മിത്ര ഫോണും എടുത്ത് പെട്ടെന്ന് മുറ്റത്തേക്കിറങ്ങി. കൂടെ തന്നെ വാതിലടച്ചുകൊണ്ട് ഗോപികയും ഇറങ്ങി വന്നു. മിത്ര കാറിൻ്റെ ഡോർ തുറന്ന് വേഗം ബാക്ക് സീറ്റിലേക്ക് കയറിയിരുന്നു. അവൾക്ക് എത്രയും പെട്ടെന്ന് അവളുടെ അച്ഛനെ കണ്ടാൽ മതിയെന്നായിരുന്നു. ഗോപൻ്റെ മുഖത്ത് ഗൗരവമായിരുന്നു. അതിൻ്റെ കാരണം അറിയാവുന്നത് കൊണ്ട് തന്നെ ഗോപിക ഒന്നും പറയാതെ കോ ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറിയിരുന്നു. അയാളുടെ കാർ ഹോസ്പിറ്റലിലേക്ക് തിരിച്ചു. മിത്ര കണ്ണുകൾ ഇടയ്ക്കിടയ്ക്ക് തുടയ്ക്കുന്നുണ്ട്. അവൾ ഫോണെടുത്ത് അതിൽ ശിവയുടെ പേരിലേക്ക് അല്പനേരം ഉറ്റുനോക്കിയിരുന്നു. ഈ സമയത്ത് എൻ്റെ ദത്തേട്ടൻ കൂടി എൻ്റെ ഒപ്പില്ലെങ്കിൽ ഞാൻ തളർന്നു പോവും. അവൾ വിറയാർന്ന കൈയോടെ ശിവയുടെ ഫോണിലേക്ക് കോളടിച്ച് ഫോൺ ചെവിയിലേക്ക് ചേർത്ത് വെച്ചു. അവൻ്റെ ഫോണിലേക്ക് ഒരുപാട് തവണ അവൾ വിളിക്കാൻ ശ്രമിച്ചെങ്കിലും കോൾ കണക്റ്റ് ആകുന്നില്ലായിരുന്നു. മിത്ര ആകെ തളർന്നു തുടങ്ങി. താങ്ങായി ആരുമില്ലാതെ ഒറ്റപ്പെട്ടതുപോലെ. എൻ്റെ ദത്തേട്ടൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ. അവൾ കണ്ണു നിറച്ചുകൊണ്ട് പുലമ്പി. ഭദ്ര. പെട്ടെന്ന് അവളുടെ മനസ്സിലേക്ക് ഭദ്രയുടെ മുഖം തെളിഞ്ഞു വന്നതും അവൾ ഭദ്രയുടെ ഫോണിലേക്ക് കോൾ ചെയ്തു. ഫോൺ റിങ് ചെയ്യുന്നുണ്ടായിരുന്നെങ്കിലും ഭദ്ര കോൾ എടുത്തിരുന്നില്ല. തൊണ്ടക്കുഴിയിൽ നിന്നും പുറത്തേക്ക് വരാനിരിക്കുന്ന ഗദ്ഗതത്തെ പിടിച്ചു നിർത്തിക്കൊണ്ട് അവൾ സീറ്റിലേക്ക് ചാരിയിരുന്നു. നിനക്കും എന്നെ വേണ്ട ഭദ്രേ? ഞാൻ ഒറ്റയ്ക്കായി പോകുന്നത് പോലെ തോന്നുന്നു. എനിക്ക് പേടിയാവുന്നു. എൻ്റെ അച്ഛ, ഒന്ന് ഫോൺ എടുക്കടി. അവൾ പൊട്ടിക്കരഞ്ഞുപോയി. ഗോപൻ ദേഷ്യത്തോടെ മിററിലൂടെ അവളുടെ മുഖത്തേക്കൊന്ന് നോക്കി. ആരെ കാണിക്കാനാ നീ ഇങ്ങനെ മോങ്ങിക്കൊണ്ടിരിക്കുന്നത് മിത്രേ? ഗോപൻ അവൾക്ക് നേരെ ശബ്ദമുയർത്തി. പകപ്പോടെ മിത്ര സീറ്റിൽ നിന്നും തലയുയർത്തി അയാളെ നോക്കി. ഗോപേട്ട പ്ലീസ്, ഇപ്പോൾ ഒന്നും പറയില്ലേ. മോൾ ആകെ തകർന്നു നിൽക്കുകയാണ്. ഗോപിക പറയാൻ ശ്രമിച്ചു. എന്ത് മിണ്ടണ്ട എന്നാടി നീ പറയുന്നത്? ഗണേശേട്ടൻ വിളിച്ചിരുന്നു തന്നെ എല്ലാം പറഞ്ഞു എന്നോട്. ഇവൾ ഒറ്റ ഒരാൾ കാരണമാണ് നമ്മുടെ ഏട്ടൻ ഇന്ന് ഹോസ്പിറ്റലിൽ കിടക്കുന്നത്. മുന്നോട്ട് കാർ ഓടിക്കുമ്പോഴും അയാൾ ദേഷ്യത്തോടെ പറഞ്ഞു. മിത്ര ഞെട്ടലോടെ അയാളെ നോക്കി. ഞാൻ എന്ത് ചെയ്തു ചെറിയച്ച? അവൾ അയാളെ ഉറ്റുനോക്കി. നിനക്കറിയില്ലേ മിത്രേ, നിനക്ക് സ്നേഹിക്കാൻ ഒരു തെരുവ് ഗുണ്ടയെ മാത്രമേ കിട്ടിയുള്ളൂ. അവളുടെ ഒരു പ്രേമം. നിന്റെ പ്രേമം കാരണം എൻ്റെ ഏട്ടനിപ്പോൾ ഈ അവസ്ഥയിലായി. അയാൾ പല്ലുകൾ കടിച്ചു. മിത്രയുടെ ശരീരം വിറച്ചുപോയി. കേട്ടതൊന്നും അവൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അച്ഛയല്ലേ ഇവരോട് പറഞ്ഞു? എന്നിട്ട് എന്താ പറ്റിയതെന്തോ? അവളുടെ കണ്ണുകൾ നിറഞ്ഞു. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല ചെറിയച്ച. ഞാൻ എന്ത് ചെയ്തിട്ട് അച്ഛയ്ക്ക് വയ്യാതായതെന്നാ? ദത്തേട്ടൻ്റെ കാര്യം അച്ഛ പറഞ്ഞോ? അത് ചോദിക്കുമ്പോൾ അവളുടെ ചുണ്ടുകൾ പോലും വിറച്ചിരുന്നു. അവളുടെ ഒരു ദത്തേട്ടൻ? അയാൾ ദേഷ്യത്തോടെ പറഞ്ഞു. ഗോപേട്ട, ഇപ്പോൾ ഇതൊന്നും സംസാരിക്കേണ്ട നേരല്ല. നമ്മുടെ ഏട്ടൻ്റെ കാര്യം ആലോചിച്ച് എനിക്ക് പേടിയാവുന്നു. അങ്ങനെ ഒരവസ്ഥയിലല്ലേ ഇവിടെ നിന്ന് കൊണ്ടുപോയത്? ഗോപിക നിറഞ്ഞ കണ്ണോടെ പറഞ്ഞപ്പോൾ ഗോപൻ പിന്നെ ഒന്നും മിണ്ടാതെ വണ്ടി ഓടിച്ചു. താൻ വീട്ടിലേക്ക് എത്തുന്നതിനു മുന്നേ എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് മാത്രം മിത്രയ്ക്ക് മനസ്സിലായി. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ചുണ്ടുകൾ വിതുമ്പി. കണ്ണുകൾ വീണ്ടും ഫോണിലേക്ക് പോയി. ശിവയെ വീണ്ടും വിളിച്ചുകൊണ്ടിരുന്നെങ്കിലും കോൾ കണക്റ്റ് ആകുന്നില്ലായിരുന്നു. വിച്ചുവിൻ്റെ ഫോണിലേക്കും ഭദ്രയുടെ ഫോണിലേക്കും അവൾ മാറി മാറി വിളിച്ചു. വിച്ചുവിൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണെങ്കിലും ഭദ്രയുടെ ഫോൺ റിങ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ അവൾ കോൾ എടുത്തിരുന്നില്ല. മിത്ര ശരിക്കും തളർന്നു പോയിരുന്നു. കൂടെയുള്ളവർ തന്നെ കുറ്റപ്പെടുത്തുന്നത് എന്തിനെന്ന് പോലും അറിയാതെ. അച്ഛേ, മോൾക്ക് പേടിയാവുന്ന അച്ഛേ. ആരുമില്ലാത്തതുപോലെ തോന്നുന്നു. ചെറിയ വഴക്ക് പറയുന്നു. കാരണം പോലും വ്യക്തമല്ല എനിക്ക്. ഒന്നും തെളിച്ച് പറയുന്നുമില്ല. ഞാൻ കാരണമാണ് അച്ഛയ്ക്ക് വയ്യാതായത് പോലും.
അവൾ കണ്ണുകൾ അമർത്തി തുടച്ചു. ഭദ്ര, അവള് പോലും ഞാൻ ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ല അച്ഛേ. എന്നെ എല്ലാവരും വെറുത്തു അച്ഛേ. അതിനു വേണ്ടി ഞാൻ എന്താ ചെയ്തേ? തേങ്ങലോടെ അവൾ സ്വയം ചോദിച്ചുകൊണ്ടിരുന്നു. എന്നാൽ ഇതേ സമയം ജീവനോട് മല്ലിട്ട് ഹോസ്പിറ്റലിൽ കിടക്കുകയായിരുന്നു ശിവ. ഭദ്ര തേങ്ങിക്കരഞ്ഞുകൊണ്ട് വിച്ചുവിൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു. അപ്പോഴും അവളുടെ കണ്ണുകൾ ഐസിയുവിനകത്ത് കിടക്കുന്ന ശിവയിലായിരുന്നു. കരയല്ലേ ഭദ്രേ, നമ്മുടെ ശിവയ്ക്ക് ഒന്നും സംഭവിക്കില്ല. നീ കൂടി ഇങ്ങനെ തളർന്നു പോവല്ലേ. എന്നെക്കൊണ്ട് പറ്റുന്നില്ല മോളെ. വിച്ചു അവളെ ചേർത്തു പിടിച്ചുകൊണ്ട് പറഞ്ഞു. അവൻ്റെ ശബ്ദം ഇടറിയിരുന്നു. ഭദ്ര ഒന്നുകൂടി അവനെ ഇറുക്കി പിടിച്ചു. മിത്രയെ അറിയിക്കണ്ടേ വിച്ചു? കാശി ചോദിച്ചു. വിച്ചു അവൻ്റെ മുഖത്തേക്ക് നോക്കി. എല്ലാവരും ആകെ തകർന്നാണ് നിൽപ്പ്. അജുവും വിശ്വയും അക്കുവും എല്ലാം തളർച്ചയോടെ ബെഞ്ചിലിരിക്കുന്നുണ്ട്. വേണം, അറിയിക്കണം. എൻ്റെ ഫോണിൽ ചാർജില്ല, സ്വിച്ച് ഓഫാണ്. ഭദ്രേ, മോളുടെ ഫോണും തന്നെ. വിശ്വേട്ടൻ മിത്രമോളൊന്ന് വിളിച്ചു പറയട്ടെ. അവൾ വരണം, എങ്കിലേ അവനെ ഒന്ന് നമുക്ക് തിരികെ കിട്ടൂ. അവൻ്റെ ശക്തി അവളാണ്. അവൻ്റെ ശബ്ദം പതിഞ്ഞുപോയി. ഭദ്ര അവനെ ഒന്ന് നോക്കി. വിച്ചേട്ട, ഞാൻ ഫോൺ എടുത്തില്ല, നമ്മുടെ റൂമിലാ, അവൾ പറഞ്ഞു. പക്ഷേ അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. സാരല്ല, മോള് കരയില്ലേ. വിച്ചേട്ട ഇവരുടെ ഫോണിൽ വിളിച്ച് അമ്മയോട് പറഞ്ഞോളാം. അവർ മൂന്നാളും വരുമ്പോൾ കൊണ്ടുവന്നോളൂ, അവൻ പറഞ്ഞു. ഞങ്ങളുടെ ആരുടെയും കയ്യിൽ അവളുടെ നമ്പറില്ല, അല്ലെങ്കിൽ ഞങ്ങൾ വിളിച്ചേനെ. കാശിയുടെ ശബ്ദത്തിലും സങ്കടം നിഴലിച്ചിരുന്നു. വിച്ചേട്ടാ, ഭദ്ര വിളിച്ചു. എന്താടാ? അവൻ സ്നേഹത്തോടെ അവളുടെ തലയിൽ തലോടി. എൻ്റെ മിത്രത എങ്ങനെ സഹിക്കും വെച്ചേട്ടാ? അവൾക്ക് സഹിക്കാൻ കഴിയില്ല, എനിക്കറിയാം. എത്രയൊക്കെ ശിവേട്ടനോടൊന്ന് ദേഷ്യത്തോടെ അവൾ സംസാരിച്ചെങ്കിലും ശിവേട്ടന് എന്തെങ്കിലും പറ്റിയെന്നറിഞ്ഞാൽ അവൾ സഹിക്കില്ല. അത്രയ്ക്കിഷ്ടം അവൾക്ക് ശിവേട്ടനെ. ഭദ്ര പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവൻ്റെ നെഞ്ചിൽ മുഖം അമർത്തി വെച്ചു. വിച്ചുവിൻ്റെ കണ്ണുകളും നിറഞ്ഞിരുന്നു. എൻ്റെ ശ്രീക്ക് വേണ്ടി ഞാൻ എല്ലാം നിർത്താൻ പോവാ വിച്ചു. അവൾക്ക് വേണ്ടി അതെങ്കിലും ചെയ്തില്ലെങ്കിൽ പിന്നെ എങ്ങനെയാടാ? എൻ്റെ ജീവനല്ലേ അവൾ. ഞാൻ കാരണം എൻ്റെ മോൾ ഇനിയും കരയുന്നത് കാണാൻ എനിക്കാവില്ല വിച്ചു. ഇന്നെൻ്റെ മുന്നിൽ നിന്ന് അവൾ കരയുന്നത് കണ്ടപ്പോൾ സത്യത്തിൽ ഞാൻ തകർന്നു പോയിരുന്നുടാ. പക്ഷേ എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ലേ, അതുകൊണ്ടാണ് ഞാൻ അവളോട് പൊക്കോളാൻ പറഞ്ഞത്. ഞാൻ വിളിക്കാമെന്നും പറഞ്ഞിരുന്നല്ലോ അവളോട്. പക്ഷേ അപ്പോഴത്തെ ദേഷ്യത്തിന് ഞാൻ എന്തൊക്കെയോ പറഞ്ഞു പോയല്ലോ. അവളെ വേണം വെച്ചു എനിക്ക്. അതുകൊണ്ട് എല്ലാം അവസാനിപ്പിക്കുകയാണ് ശിവദത്തൻ ഇന്നു മുതൽ. അവളില്ലാതെ പറ്റില്ലട എന്നെക്കൊണ്ട്. രാത്രി വിച്ചുവിൻ്റെ വീട്ടിൽ നിന്നും മടങ്ങിപ്പോകുമ്പോൾ അവൻ വിച്ചുവിനോടും ഭദ്രയോടും പറഞ്ഞ വാക്കുകൾ വിച്ചു ഓർത്തുപോയി. അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു. ഐസിയുവിനകത്ത് അപ്പോഴും അവൻ കണ്ണുകൾ അടച്ച് കിടക്കുകയായിരുന്നു. ടൗണിലെ ഏറ്റവും വലിയ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിന് മുന്നിൽ ഗോപൻ കാറ് നിർത്തി. അവരോടൊപ്പം അകത്തേക്ക് നടക്കുമ്പോൾ മിത്രയുടെ ഹൃദയം ഉച്ചത്തിൽ മിടിക്കാൻ തുടങ്ങിയിരുന്നു. ICU എന്നെഴുതിയ ബോർഡിന് മുന്നിൽ നിൽക്കുന്ന ഗണേഷിനെയും ഗിരീഷിനെയും ഗോപികയുടെ ഭർത്താവ് ദിനേശനെയും കണ്ട് മിത്രയുടെ കാലുകൾ തളർന്നുപോയി. അതിനുള്ളിലാണോ എൻ്റെ അച്ഛ? അവളുടെ ഹൃദയം പിടഞ്ഞു. കണ്ണുകൾ നിറഞ്ഞൊഴുകി. തൻ്റെ പ്രിയപ്പെട്ടവൻ്റെ കൂടി ജീവൻ ഒരുപോലെ അപകടത്തിലാണെന്നറിയാതെ തൻ്റെ അച്ഛനെ കാണാനുള്ള ധൃതിയിൽ അവളുടെ കാലുകൾ മുന്നോട്ട് കുതിച്ചു. ICU എന്നെഴുതിയ ബോർഡിന് മുന്നിൽ നിന്നും അവൾ മുന്നോട്ട് നോക്കി. ട്യൂബുകൾക്കിടയിൽ കണ്ണുകൾ അടച്ചു കിടക്കുന്ന അയാളെ കാണെ അവളുടെ ഹൃദയം ഒരു വേള നിശ്ചലമായി. കണ്ണുകൾ നിറഞ്ഞൊഴുകി. അവൾ അല്പനേരം അതിനകത്തേക്ക് തന്നെ നോക്കി നിന്നു. പതിയെ അവൾ ബെഞ്ചിലേക്ക് തളർച്ചയോടെ ഇരുന്നു. ഗോപിക അവൾക്ക് അടുത്തേക്കിരുന്ന് അവളെ ചേർത്തു പിടിച്ചു. അമ്മായി, എൻ്റെ അച്ഛ. അവൾ തേങ്ങിക്കൊണ്ട് അവരുടെ മാറിലേക്ക് മുഖമമർത്തി കരഞ്ഞുകൊണ്ടിരുന്നു. ഗോപികയുടെ കണ്ണുകളും നിറഞ്ഞൊഴുകിയിരുന്നു. ഗോവിന്ദൻ്റെ അനിയന്മാർ അവളെ ദേഷ്യത്തോടെ നോക്കുന്നുണ്ട്. ഒന്ന് നിർത്തുന്നുണ്ടോ മിത്രേ നീ? ഇത് ഹോസ്പിറ്റലാണ്. ആരെ കാണിക്കാനാണ് നീ കള്ളക്കണ്ണീരൊഴുക്കുന്നത്? നീ ഒരുത്തി കാരണം എൻ്റെ ഏട്ടനിപ്പോൾ അതിനകത്ത് കിടക്കുന്നത്, ഗിരീഷ് ദേഷ്യത്തോടെ അവളോട് പറഞ്ഞു. മിത്ര കരച്ചിൽ നിർത്തി അയാളെ പകപ്പോടെ നോക്കി. ഇന്ന് വരെ തന്നോട് ദേഷ്യത്തോടെ സംസാരിക്കാത്ത ചെറിയച്ഛന്മാരുടെ ഈ പുതിയ മുഖം അവൾക്ക് വിശ്വസിക്കാനായില്ല. അവൾ ഗിരീഷിനെയും ഗണേഷിനെയും ഗോപനെയും മാറി മാറി നോക്കി. അവരുടെയെല്ലാം മുഖത്ത് നിറഞ്ഞു നിൽക്കുന്നത് തന്നോടുള്ള ദേഷ്യമാണെന്ന് അവൾക്ക് മനസ്സിലായി. പക്ഷെ എന്തിന്? അവളുടെ കണ്ണുകൾ നിറഞ്ഞു. ഞാൻ എന്ത് ചെയ്തു ചെറിയച്ച? കുറേ നേരമായല്ലോ എല്ലാവരും മാറി മാറി എന്നെങ്ങനെ. ഇതിനു വേണ്ടി ഞാൻ എന്ത് ചെയ്തു? അവൾ കണ്ണ് നിറച്ചുകൊണ്ട് ചോദിച്ചു. ഗണേഷ് ദേഷ്യത്തോടെ അവളുടെ അടുത്തേക്ക് വന്നിരുന്നു. നിനക്കറിയില്ലേ മിത്രേ? അറിയില്ലേ? നിന്നെ ഏട്ടൻ എങ്ങനെ വളർത്തിയതാ? ഒരച്ഛനും മകളെ ഇങ്ങനെ സ്നേഹിച്ചു കാണില്ല. എന്നിട്ട് നീ ആ മനുഷ്യനെ വേദനിപ്പിച്ചില്ലേ? അയാൾ ദേഷ്യത്തോടെ അവളോട് ചോദിച്ചു. മിത്ര മനസ്സിലാകാതെ അയാളുടെ മുഖത്തേക്ക് ഉറ്റുനോക്കി. അവളുടെ നോട്ടം കണ്ടില്ലേട്ടാ, ഒന്നും അറിയാത്തതുപോലെ ഗോപൻ ഗണേഷിനോട് പറഞ്ഞു. ഞാൻ എന്താ ചെയ്തേ?
ഞാൻ എൻ്റെ അച്ഛയെ എങ്ങനെ വേദനിപ്പിച്ചു എന്നാണ് എല്ലാവരും പറയണത്. ദത്തേട്ടൻ്റെ കാര്യമാണോ? ഗോപൻ ചെറിച്ച നേരത്തെ അത് പറഞ്ഞല്ലേ എന്നോട് ദേഷ്യപ്പെട്ടത്. അത് അച്ഛയ്ക്ക് അറിയാൻ ചെറിച്ച ഞാനും ദത്തേട്ടനും തമ്മിൽ ഇഷ്ടത്തിലാണെന്ന് ഞാൻ അച്ഛയോട് പറഞ്ഞതാ. അവൾ കണ്ണു തുടച്ചുകൊണ്ട് അല്പം ദയനീയമായാണ് അവരോടത് പറഞ്ഞത്. കണ്ടില്ല അളിയ അവളുടെ നാവ്. ഇതുകൊണ്ട് തന്നെയാവും വലിയളിയൻ ഇവളുടെ ഇഷ്ടം നടത്തി കൊടുക്കാന്ന് പറഞ്ഞത്. ദിനേശൻ പുച്ഛത്തോടെ പറഞ്ഞു. ദിനേശ് ചേട്ടാ, ഗോപിക വിഷമത്തോടെ വിളിച്ചു. നീ മിണ്ടണ്ട ഗോപികെ, ഇനി എന്തിനാ എല്ലാം മറച്ചേക്കുന്നത്? അവൾ കൂടി അറിയട്ടെ എല്ലാം, ദിനേശൻ പറഞ്ഞു. മിത്ര അയാളെ സംശയത്തോടെ നോക്കി. എൻ്റെ പൊന്നു കൊച്ചെ, ഉള്ളത് പറയാലോ. നിന്റെ അച്ഛൻ വിളിച്ചിട്ടാ ഇന്ന് എല്ലാവരും കൂടെ അങ്ങോട്ട് വന്നത്, അയാൾ പറഞ്ഞു. എന്തിന്? അവൾ അയാളെ തന്നെ ഉറ്റുനോക്കിക്കൊണ്ട് ചോദിച്ചു. നിന്റെ അച്ഛന് നീ സ്നേഹിക്കുന്ന ആ തിരിവ് കൊണ്ട് ഇഷ്ടമല്ല, വെറുപ്പാണെന്ന്. നിനക്ക് വേണ്ടി നീ സങ്കടപ്പെടരുതെന്ന് കരുതി മാത്രമാണ് അളിയൻ നിന്നോട് സമ്മതം പറഞ്ഞത്, അയാൾ പറഞ്ഞു നിർത്തി. ഇതെല്ലാം തനിക്ക് അറിയാവുന്നതല്ലേ എന്ന പോലെ അവൾ അയാളെ നോക്കി. അളിയന് നിന്റെ കാര്യം ഓർത്ത് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. അവനെപ്പോലെ ഒരുത്തന്നെ നിന്നെ കൊടുത്താൽ നിന്റെ ജീവിതം എന്താകുമെന്നൊക്കെ ഓർത്ത് ആ മനസ്സ് പെടുന്നത് നീ കണ്ടിരുന്നില്ല അല്ലേ, അയാൾ പുച്ഛത്തോടെ ചോദിച്ചു. മിത്രയുടെ കണ്ണ് നിറഞ്ഞു. സത്യമാണ്, എല്ലാം സത്യമാണ്. അച്ഛയ്ക്ക് എൻ്റെ കാര്യോർത്ത് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. ദത്തേട്ടൻ ഈ ജോലി തുടർന്നു കൊണ്ടുപോയാൽ എൻ്റെ ജീവിതം എങ്ങനെയാകുമെന്നോർത്ത് ആ മനസ്സ് വിങ്ങിയിരുന്നു. പക്ഷേ എനിക്ക് രണ്ടുപേരെ വേണമായിരുന്നല്ലോ, അവൾ വേദനയോടെ ചിന്തിച്ചു. നിനക്ക് വേണ്ടി അവനെ ആലോചിക്കണം. നീ അവനെ ഓർത്ത് ഒരുപാട് വിഷമിക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ വിവാഹം എത്രയും പെട്ടെന്ന് നടത്തണമെന്നാണ് ഏട്ടൻ തീരുമാനിച്ചത്, ഗിരീഷ് പറഞ്ഞു. മിത്ര ചുണ്ടു വിരുമ്പിക്കൊണ്ട് അയാളെ നോക്കി. ഏട്ടനും പൂർണ്ണ മനസ്സല്ലായിരുന്നല്ലോ അവൻ്റെ കാര്യത്തിൽ. ഞങ്ങൾക്കും അതിൽ സമ്മതമല്ലായിരുന്നു. ഞങ്ങൾക്ക് നാട്ടിലൊരു നിലയും വിലയൊക്കെ ഇല്ലേ. അതുകൊണ്ട് ഈ ബന്ധം വേണ്ടാന്ന് ഏട്ടനോട് പറഞ്ഞതാ ഞാൻ. അപ്പോഴും നിന്റെ ഇഷ്ടത്തിനാണ് ഏട്ടൻ പ്രാധാന്യം കൊടുത്തത്. ഏട്ടനെ അവനെ ഇഷ്ടമല്ലായിരുന്നിട്ട് കൂടി. നിനക്കറിയാമോ മിത്രേ, നിന്നെക്കുറിച്ച് ആലോചിച്ച് ഏട്ടൻ കുറേ ദിവസമായിട്ട് BP ടാബ്ലറ്റ് കഴിച്ചിരുന്നില്ല. അതുകൊണ്ടാണ് ഏട്ടനിപ്പോൾ ഇങ്ങനെ വന്നിട്ടുണ്ടാകുക എന്നാ ഡോക്ടർ ഞങ്ങളുടെ അടുത്ത് വ്യക്തമായി പറഞ്ഞത്, ഗോപൻ അവളോട് ദേഷ്യത്തോടെ പറഞ്ഞതും അവൾ അയാളെ ഞെട്ടലോടെ നോക്കി. ചെറിയച്ച, അവൾ കരഞ്ഞുകൊണ്ട് വിളിച്ചു. വിളിക്കണ്ട നീ ഞങ്ങളങ്ങനെ. നീ കാരണം എൻ്റെ ഏട്ടൻ ഇപ്പോൾ ഈ അവസ്ഥയിലായത്. ഡോക്ടർ പുറത്തേക്ക് വന്നാലേ ഇനിയുള്ള ഏട്ടൻ്റെ അവസ്ഥ എന്താന്ന് അറിയാൻ സാധിക്കുള്ളൂ. എല്ലാത്തിനും കാരണം നീ മാത്ര, അയാൾ അവളെ കുറ്റപ്പെടുത്തി. എല്ലാവരുടെയും കുറ്റപ്പെടുത്തലുകൾ കേട്ട് മിത്ര ശരിക്കും തളർന്നു പോയിരുന്നു. അതിനേക്കാൾ ഗോവിന്ദൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയറിഞ്ഞ് അവളുടെ മനസ്സ് വേദനിച്ചു. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. എല്ലാം താൻ കാരണം, തനിക്ക് ദത്തേട്ടനോടുള്ള സ്നേഹം കാരണം. എന്നെ ഓർത്ത് അച്ഛ എപ്പോഴും ടെൻഷൻ അടിക്കുന്നത് താൻ കണ്ടതാണ്. അവളുടെ കണ്ണുകൾ അതോർക്കെ വീണ്ടും വീണ്ടും നിറഞ്ഞു വന്നു. അല്പനേരം കഴിഞ്ഞതും ഡോക്ടർ പുറത്തേക്ക് ഇറങ്ങി വന്നു. അദ്ദേഹത്തെ കണ്ടതും മിത്ര പെട്ടെന്ന് ചാടി എഴുന്നേറ്റുകൊണ്ട് കണ്ണുകൾ അമർത്തി തുടച്ചു. ഡോക്ടറിൻ്റെ അച്ഛയ്ക്ക് എങ്ങനെയുണ്ട് ഡോക്ടർ? അവളുടെ ശബ്ദം പതിഞ്ഞു പോയിരുന്നു. ആ ശബ്ദത്തിൽ തേങ്ങൽ കലർന്നിരുന്നു. ഡോക്ടർ അവളെ കുറച്ചുനേരം നോക്കി നിന്നു. അകത്ത് കിടക്കുന്ന പേഷ്യൻ്റ് കുട്ടിയുടെ അച്ഛനാണോ? അദ്ദേഹം ചോദിച്ചു. അവൾ അതേ എന്ന പോലെ തല കുലുക്കി. എനിക്കല്പം സംസാരിക്കാനുണ്ട്. ഈ കുട്ടിയുടെ കൂടെ ഒരാൾ കൂടി വരും എൻ്റെ കൂടെ ക്യാബിനിലേക്ക്, അദ്ദേഹം പറഞ്ഞുകൊണ്ട് മുന്നോട്ട് നടന്നു. മിത്രയിൽ ഭയം നിറഞ്ഞു. തൻ്റെ അച്ഛനെന്തോ അരുതാത്തത് സംഭവിച്ചിരിക്കുന്നുവെന്ന് അവളുടെ ഉള്ളിലിരുന്ന് ആരോ പറയും പോലെ. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ശരീരം ഭയത്താൽ വിറച്ചു. വാ, ഗണേഷ് അവളെ വിളിച്ചുകൊണ്ട് മുന്നോട്ട് നടന്നു. മിത്ര അയാൾക്കൊപ്പം സങ്കടത്തോടെ മുന്നോട്ട് നടന്നു. ഡോക്ടറുടെ ക്യാബിൻ ഡോർ തുറന്ന് അവർ അകത്തേക്ക് കയറി. പ്ലീസ് സിറ്റ്, അവരെ കണ്ടതും അദ്ദേഹം പറഞ്ഞു. മിത്രയും ഗണേഷും സീറ്റിലിരുന്നു. സി മിസ്റ്റർ, അദ്ദേഹം ഗണേഷിനെ നോക്കി വിളിച്ചു. ഗണേഷ്. ഡോക്ടറുടെ സംശയത്തോടെയുള്ള നോട്ടം കണ്ട് ഗണേഷ് പറഞ്ഞു. ഓക്കെ ഗണേഷ്. അകത്ത് കിടക്കുന്ന ഗോവിന്ദൻ്റെ കാര്യം അല്പം സീരിയസ് ആണ്. അതായത് പുള്ളിക്ക് സ്ട്രോക്കാണെന്ന് ഞാൻ ആദ്യം പറഞ്ഞിരുന്നല്ലോ, അദ്ദേഹം പറഞ്ഞപ്പോൾ ഗണേഷ് തലയാട്ടി. മിത്ര ഡോക്ടറെ തന്നെ നോക്കിയിരുന്നു. ഡോക്ടർ എൻ്റെ അച്ഛ, അവൾ സങ്കടത്തോടെ അയാളോട് ചോദിച്ചു. കുട്ടി, താൻ വിഷമിക്കാതിരിക്കൂ. എന്തായാലും ഞാനൊരു ഡോക്ടറായതുകൊണ്ട് എനിക്കിത് നിങ്ങളോട് മറച്ചു വയ്ക്കാൻ സാധിക്കില്ലല്ലോ, അയാൾ പറഞ്ഞുകൊണ്ട് അവളുടെ മുഖത്തേക്കൊന്ന് നോക്കി. മിത്ര എന്താ എന്ന പോലെ അയാളെ നോക്കി. ഡോക്ടർ ഒന്ന് നിശ്വസിച്ചു. കുട്ടിയുടെ അച്ഛന് സ്ട്രോക്ക് വന്നിരിക്കുന്നത് ലെഫ്റ്റ് സൈഡിലാണ്, അയാൾ പറഞ്ഞു. അവളൊന്ന് മൂളി. ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, ലെഫ്റ്റ് സൈഡിൽ സ്ട്രോക്ക് വന്നാൽ അത് ബാധിക്കുന്നത് റൈറ്റ് സൈഡിലാണ്. മിത്രയുടെ നെഞ്ചിടിപ്പ് ഭയത്താൽ ക്രമാതീതമായി ഉയരാൻ തുടങ്ങി. ഗണേഷ് അയാൾ എന്താണ് പറയാൻ പോകുന്നത് എന്നറിയാതെ അയാളുടെ മുഖത്ത് തന്നെ നോക്കിയിരുന്നു. ഡോക്ടർ അവരെ രണ്ടുപേരെയും ഒന്ന് നോക്കിക്കൊണ്ട് വീണ്ടും തുടർന്നു. അതായത് ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ,
ഗോവിന്ദൻ്റെ അവസ്ഥയിൽ ഇനി എന്താ ഉണ്ടാകാൻ പോകുന്നതെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് ലെഫ്റ്റ് സൈഡിൽ സ്ട്രോക്ക് വന്നതുകൊണ്ട് അത് റൈറ്റ് സൈഡിനെ പൂർണ്ണമായും ബാധിക്കാൻ സാധ്യതയുണ്ട്. മേ ബി അദ്ദേഹത്തിൻ്റെ സംസാരശേഷിയെയോ അല്ലെങ്കിൽ കാഴ്ചശക്തിയോ ഇത് എഫക്റ്റ് ചെയ്തേക്കാം. അദ്ദേഹത്തിൻ്റെ ഒരു ഭാഗം തളർന്നു പോകാൻ ചാൻസ് ഉണ്ട്. അതൊന്നും നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല. മെഡിസിനുകൾ കൊടുത്ത് കുറച്ച് കഴിഞ്ഞ് മാത്രമേ അത് മനസ്സിലാക്കാൻ പറ്റൂ. നമുക്ക് നോക്കാം. അദ്ദേഹം പറഞ്ഞു നിർത്തിയതും മിത്ര ഞെട്ടലോടെ അയാളുടെ മുഖത്തേക്ക് നോക്കി. കേട്ടതൊന്നും വിശ്വസിക്കാൻ അവൾക്ക് കഴിഞ്ഞില്ല. ആദ്യത്തെ പകപ്പ് മാറിയതും അവൾ വാ പൊത്തി പൊട്ടിക്കരഞ്ഞു. ഞാൻ കാരണം എൻ്റെ അച്ഛ. അവളുടെ ഹൃദയം വേദനയോടെ കരഞ്ഞു. ഡോക്ടർ അവളെ വിഷമത്തോടെ നോക്കി. ഗണേഷ് അവളുടെ കൈ പിടിച്ച് പെട്ടെന്ന് പുറത്തേക്കിറങ്ങി. മിത്ര കരഞ്ഞു തളർന്ന് പുറത്തേക്ക് വരുന്നത് കണ്ട് ഗോപിക അവൾക്കരികിലേക്ക് ഓടിച്ചെന്നു. അവരെ കണ്ടതും അവൾ അവരുടെ നെഞ്ചിലേക്ക് ചാഞ്ഞ് പൊട്ടിക്കരഞ്ഞു. ഗോപിക എന്താ എന്ന പോലെ അവളെയും ഗണേഷിനെയും മാറി മാറി നോക്കി. അവർ പതിയെ അവളെ ബെഞ്ചിലിരുത്തി. അപ്പോഴേക്കും ഗോപനും ദിനേശനും ഗിരീഷും അങ്ങോട്ടേക്ക് എത്തിയിരുന്നു. ഏട്ടാ, എന്താ ഡോക്ടർ പറഞ്ഞത്? ഗോപൻ ഗണേഷിൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു. ഗണേഷ് ഒന്ന് ദീർഘനിശ്വാസം വിട്ടുകൊണ്ട് ഡോക്ടർ എന്താണ് പറഞ്ഞതെന്ന് അവരെ വ്യക്തമായി പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. എല്ലാവരിലും ഒരു ഞെട്ടൽ നിറഞ്ഞു നിന്നിരുന്നു. ഇനിയെന്ത്? ഗോപിക അതുമാത്രമാണ് ആലോചിച്ചത്. പക്ഷേ ആ നിമിഷം ഗണേഷിൻ്റെയും ഗിരീഷിൻ്റെയും ഗോപൻ്റെയും ദിനേശിൻ്റെയും ചുണ്ടിൽ ഗൂഢമായൊരു പുഞ്ചിരി വിരിഞ്ഞിരുന്നു. ആരുടെയും മനസ്സിലിരിപ്പ് മനസ്സിലാകാതെ മിത്ര തളർച്ചയോടെ ഇരുന്നു. അവളുടെ കണ്ണുകളിൽ അവസാനമായി തന്നെ ടെൻഷനോടെ നോക്കിയ അച്ഛൻ്റെ മുഖം മാത്രം നിറഞ്ഞു നിന്നു. അവൾ കണ്ണുകൾ ഇറുക്കിയടച്ചു. മിഴിക്കോണിൽ വീണ്ടും കണ്ണുനീർ പൊടിഞ്ഞു. പുലർച്ചെ എപ്പോഴോ മിത്ര ബെഞ്ചിൽ ചാരിയിരുന്ന് ഒന്ന് മയങ്ങിപ്പോയിരുന്നു. ഫോൺ റിങ് ചെയ്യുന്ന ശബ്ദം കേട്ടാണ് അവൾ പതിയെ കണ്ണുകൾ തുറന്നത്. ഡിസ്പ്ലേയിൽ തെളിഞ്ഞു കാണുന്ന ഭദ്ര എന്ന പേരിലേക്ക് അവൾ അല്പനേരം ഉറ്റുനോക്കിയിരുന്നു. ദേഷ്യമോ സങ്കടമോ അങ്ങനെ എന്തൊക്കെയോ വികാരങ്ങൾ അവൾക്ക് ആ നിമിഷം തോന്നിപ്പോയി. തലേന്ന് അച്ഛൻ്റെ കാര്യം അറിഞ്ഞപ്പോൾ പലതവണ അവളെ വിളിച്ചതാണ്. എന്നിട്ട് അവളൊന്ന് ഫോൺ എടുത്തില്ലല്ലോ. അവൾക്കറിയാവുന്നതല്ലേ എനിക്ക് അവളും ദത്തേട്ടനും മാത്രമേ ഉള്ളൂന്ന്. എന്നിട്ട് അവൾ ഫോൺ എടുത്തില്ല. ദത്തേട്ടനോട് ഞാൻ ദേഷ്യപ്പെട്ട കൊണ്ടായിരിക്കും, അവൾ ചിന്തിച്ചു. ആ നിമിഷം താൻ ഒറ്റയ്ക്കാണെന്ന് അവൾക്ക് വീണ്ടും തോന്നിപ്പോയി. തന്നെ വാക്കുകൾ കൊണ്ട് കുത്തി നോവിക്കുന്ന ചെറിയച്ഛന്മാരുടെ ശബ്ദം മാത്രം അവളുടെ ചെവിയിൽ മുഴങ്ങിക്കേട്ടു. താൻ കാരണമാണ് തൻ്റെ അച്ഛൻ ഇങ്ങനൊരവസ്ഥയിലെന്ന് എല്ലാവരും പറഞ്ഞതോർക്കെ അവൾക്കുള്ളിൽ വീണ്ടും വേദന നിറഞ്ഞു. ഒപ്പം തന്നേക്കാൾ വലുതാണ് ഭദ്രയ്ക്ക് ശിവ എന്ന ചിന്ത. അവന് വേണ്ടിയാണ് അവൾ ഫോൺ എടുക്കാതിരുന്നതെന്ന തോന്നൽ മിത്രയ്ക്ക് സമനില തെറ്റുന്നത് പോലെ തോന്നി. അവൾ ദേഷ്യത്തോടെ കോള് കട്ട് ചെയ്തു. അപ്പുറത്ത് ഭദ്രയുടെ നെറ്റി ചുളിഞ്ഞു. അവൾ വീണ്ടും മിത്രയെ കോൾ ചെയ്തു. ഇത്തവണ മിത്ര ദേഷ്യത്തോടെ ഫോണെടുത്ത് ചെവിയിലേക്ക് വെച്ചു. മിത്രേ, ഭദ്ര വിളിച്ചു. മിത്ര മറുപടി ഒന്നും പറഞ്ഞില്ല. നീ കേൾക്കുന്നുണ്ടോ? അവൾ വീണ്ടും ചോദിച്ചു. നീ ഒന്ന് വെച്ചിട്ട് പോകുന്നുണ്ടോ ഭദ്രേ? മിത്ര ദേഷ്യത്തോടെ അവളോട് പറഞ്ഞു. തൊട്ടപ്പുറത്ത് ഗോപിക ചാരിയിരുന്ന് മയങ്ങുന്നുണ്ട്. ചെറിയച്ഛന്മാരും ദിനേശനും റൂമിലാണ്. അവൾ ഗോപികയെ ഒന്ന് നോക്കിക്കൊണ്ട് അവിടെ നിന്നും എഴുന്നേറ്റു. പതിയെ മുന്നോട്ട് നടന്നു. മിത്രേ, എന്താടി പറ്റിയത്? നീ എന്തിനാ എന്നോട് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? ഭദ്ര അസ്വസ്ഥതയോടെ ചോദിച്ചു. ഭദ്രേ, എൻ്റെ മൈൻഡ് ഇപ്പോൾ ശരിയല്ല. നീ ഇപ്പോൾ ഫോൺ വെച്ചിട്ട് പോ. എനിക്ക് നിന്നോട് സംസാരിക്കാൻ താല്പര്യമില്ല, മിത്ര അവളോട് ഗൗരവത്തോടെ പറഞ്ഞു. അവളുടെ സംസാരം കേട്ടപ്പോൾ ഭദ്രയ്ക്ക് ദേഷ്യമാണ് തോന്നിയത്. കുറച്ചു മുന്നെയാണ് വിച്ചുവിൻ്റെ വീട്ടിൽ നിന്നും അവൻ്റെ അച്ഛനും അമ്മയും അനിയത്തിയും വന്നത്. അപ്പോഴാണ് തനിക്ക് തൻ്റെ ഫോണും കിട്ടിയത്. നോക്കിയപ്പോൾ അതിൽ മിത്രയുടെ ഒരുപാട് മിസ് കോൾസ്. അവളെല്ലാം അറിഞ്ഞു കാണൂ. എങ്കിൽ അവൾ എങ്ങനെയെല്ലാം സഹിക്കുമെന്ന ടെൻഷനോടെയാണ് അവളെ ഫോണ് വിളിച്ചത്. പക്ഷേ ഇപ്പോൾ ഭദ്രയ്ക്ക് അവൾ തലേന്ന് നടന്ന കാര്യം ആലോചിച്ച് തന്നോട് വഴക്കിടുകയാണെന്ന് തോന്നി. അത് അവളിൽ ദേഷ്യം നിറച്ചു. എന്തുകൊണ്ട് മിത്രേ? എന്തുകൊണ്ട് നിനക്ക് എന്നോട് സംസാരിക്കാൻ താല്പര്യമില്ല? എടി, എനിക്ക് നിന്നോട് കുറച്ച് സീരിയസ് ആയിട്ട് സംസാരിക്കാനുണ്ട്, പ്ലീസ്. ഭദ്ര ദേഷ്യം കൺട്രോൾ ചെയ്ത് പറയാൻ ശ്രമിച്ചു. എനിക്കൊന്നും കേൾക്കേണ്ടെന്ന് പറഞ്ഞില്ല ഭദ്രേ. നിനക്ക് എന്താ പറയാനുള്ളത്? ദത്തേട്ടനെ കുറിച്ചല്ലേ? അത് പറയാനാണോ നീ പുലർച്ചെ എന്നെ വിളിച്ചത്? അയാളെക്കുറിച്ചാണ് നിനക്ക് പറയാനുള്ളതെങ്കിൽ എനിക്ക് അയാളെക്കുറിച്ച് ഒന്നും കേൾക്കണ്ട. അയാൾ കാരണം എൻ്റെ ജീവിതം തന്നെ നശിച്ചു. എനിക്ക് നിന്നോട് സംസാരിക്കാൻ താല്പര്യമില്ല. അയാൾക്ക് വേണ്ടി സംസാരിക്കുന്ന നിന്നെ എനിക്കിഷ്ടമല്ല. വെച്ചിട്ട് പോ. മിത്ര നിറഞ്ഞൊഴുകുന്ന കണ്ണുകളോടെ അവളോട് അലറി. മറുഭാഗത്ത് വിശ്വാസം വരാതെ ഭദ്ര മിഴിച്ചു നിന്നു. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. അടുത്തു നിന്ന് വിച്ചു എന്താണെന്ന് ചോദിക്കുന്നത് മിത്ര കേൾക്കുന്നുണ്ടായിരുന്നു. ഭദ്രേ, വെച്ചിട്ട് പോ. ഞാനൊരു കാര്യത്തിന് നിന്നെ വിളിച്ചപ്പോൾ നീ ഫോൺ എടുത്തില്ലല്ലോ.
എനിക്ക് നിന്നോട് സംസാരിക്കാൻ ഇനി താല്പര്യമില്ല. എൻ്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടിയ ഏറ്റവും വേസ്റ്റ് ഫ്രണ്ട് നീയാണ്. എനിക്ക് നിന്നെ ഇഷ്ടമല്ല. അവൾ നിറഞ്ഞൊഴുകുന്ന കണ്ണുകളോടെ അവളുടെ സങ്കടം മുഴുവൻ ഭദ്രയ്ക്ക് മേൽ ദേഷ്യമായി തീർത്തു. അവളോട് അലറിക്കൊണ്ട് വീണ്ടും വീണ്ടും അവൾ തൻ്റെ ദേഷ്യവും സങ്കടവും ഒരുപോലെ തീർത്തു. ഭദ്ര കണ്ണുകൾ വാശിയോടെ തുടച്ചു നീക്കി. ശരി, ഇനി ഞാൻ നിന്നെ വിളിക്കില്ല. പക്ഷേ അവസാനമായി നീ ഒന്ന് കേട്ടോ മിത്രേ, അവൾ പറഞ്ഞുകൊണ്ട് നിന്ന് കിതച്ചു. അവളുടെ ശബ്ദത്തിൽ പെട്ടെന്ന് ഇടർച്ച കലരുന്നത് അറിഞ്ഞ് മിത്ര വെപ്രാളപ്പെട്ടു. അവൾ സംശയത്തോടെ ഫോൺ ചെവിയിലേക്ക് ഒന്നുകൂടി അമർത്തി വെച്ചു. തൻ്റെ ഹൃദയം വീണ്ടും വീണ്ടും തന്നെ തോൽപ്പിച്ച് സ്പീഡിൽ മിടിക്കുന്നത് അവൾ അറിഞ്ഞു. നിന്റെ ദത്തേട്ടൻ, സോറി, ഞങ്ങളുടെ ശിവേട്ടൻ. ഇനി അങ്ങനെ പറയാല്ലേ. നിന്റെ ജീവിതം നശിപ്പിച്ച ആളല്ലേ ശിവേട്ടൻ. എന്നാലും നീ ഇതറിയണല്ലോ, അതുകൊണ്ട് മാത്രം പറയാണ്. ഭദ്രയുടെ ശബ്ദത്തിൽ തേങ്ങൽ നിറഞ്ഞു. ഭദ്രേ, മിത്ര വിറയ്ക്കുന്ന ശബ്ദത്തോടെ അവളെ വിളിച്ചു. ശിവേട്ടൻ ഹോസ്പിറ്റലിലാണ്. ഇന്നലെ ഒരാളുടെ കുത്തുകൊണ്ട്. അല്പം സീരിയസ് ആണ്. അത്രയും പറഞ്ഞുകൊണ്ട് ഭദ്ര പെട്ടെന്ന് കോള് കട്ടാക്കി. അവൾ കരഞ്ഞുകൊണ്ട് വിച്ചുവിനെ നോക്കി. എന്താടാ? വിച്ചു ടെൻഷനോടെ ചോദിച്ചു. അവൾ പെട്ടെന്ന് അവൻ്റെ നെഞ്ചിലേക്ക് മുഖമമർത്തി പൊട്ടിക്കരഞ്ഞു. വിച്ചു അവളെ ആകുലതയോടെ ചേർത്തു പിടിച്ചു. ഭദ്രയുടെ വായിൽ നിന്ന് കേട്ട വാക്കുകൾ വിശ്വസിക്കാനാവാതെ മറുപുറത്ത് മിത്ര ഞെട്ടലോടെ നിന്നു. അവളുടെ കയ്യിൽ നിന്നും ഫോൺ ഊർന്ന് താഴെ വീണു. വിറയ്ക്കുന്ന ശരീരത്തോടെ അവൾ ചുമരിലേക്ക് ചാരി നിന്ന് പൊട്ടിക്കരഞ്ഞു. ദത്തേട്ട, അവൾ അവനെ വിളിച്ചുകൊണ്ട് വീണ്ടും വീണ്ടും കരഞ്ഞുകൊണ്ടിരുന്നു. തുടരും.